ഇതാണ് റുവായാമി മാല. ആദ്യമായിട്ട് വിളിക്കാം ഉമ്മ. അയലാണത്. രാമിക്കുട്ടി എങ്ങോട്ടാ പോണേ നമ്മള്? പണ്ടത്തെ ആൾക്കാര് പുഴയ്ക്ക് പോകുമ്പോ ടോർച്ചൊക്കെ പിടിച്ച് പുഴയ്ക്ക് പോവാ. നമ്മൾ കാത്തിക്കുണ്ടാവും ഉമ്മമാരുടെ കൂടെ പുഴയ്ക്ക് പോവാണേ. ടോർച്ച് കൊടുക്കുമ്പോഴേ കത്തിച്ചു കൊടുക്കണം. ഇത്ര പപ്പ പറയില്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ലാന്ന്. കത്തിച്ചു കൊടുത്താലുള്ളത് കളിക്ക്. യാമിക്കുട്ടി കുളിച്ച് വരുമ്പോൾ ഡാനിപ്പ് ഏതാപ്പോ എളുപ്പത്തിൽ ഇട്ടുകൊടുക്കാൻ പറ്റുന്നത് അതായിക്കോട്ടെ. സെലക്ട് ചെയ്തതാണ്. കമ്പേഴ്സ് വേണം. പുഴയിൽ നിന്ന് മുത്ര വെച്ചോളൂല്ലേ. ഇത് മാറ്റി കൊടുത്താൽ മുത്ര വെക്കണം. പുഴ ശുദ്ധിയാക്കാൻ നമുക്ക്. പുഴയിൽ നിന്ന് വരുമ്പോ ഡ്രസ്സ് മാറ്റിയിടൂല. എന്റെ മുകളിൽ ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഒരു അബായ ആയിട്ടെടുക്കാം. വേണ്ടത്തെ കല്യാണത്തിനും അയക്കുള്ള കർച്ചീഫൊക്കെ കുറച്ച് തുണികൾ തിരുമ്പാനുണ്ട്. ഞാൻ ഈ കല്ലുമ്പോ തിരുമ്പണ തുണികൾ അപ്പൊ എല്ലാവരും പുഴയിൽ പോവല്ലേ. അപ്പൊ ഉമ്മമാരൊക്കെ കൊണ്ടാവും. കളറ് പോണത് മിക്സ് ആക്കാനും പറ്റൂല. കുട്ടിയുടെ സ്റ്റോക്കിങ്സ്, ഇതിന്റെ ഒരു കുപ്പായ പട്ടാമ്പിൽ മറന്നു വെച്ചു. അഴക്കൽക്കുള്ള ബക്കറ്റ്, സോപ്പും പൊടി. ഇപ്പോൾ സോപ്പും പൊടി എടുക്കേണ്ടി വരും. വെയിലാറിയിട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് 4 നാളരൊക്കെ ആക്കിയത് കേട്ടോ. പക്ഷെ 4 നാളരായാലും വെയിൽ പോണില്ല കേട്ടോ. എന്തായാലും സൺസ്ക്രീൻ തേക്കണം. അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ തേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ആകെ ഡാമേജ് ആവും. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സൺസ്ക്രീൻ എന്തായാലും തേക്കണം. എന്നാലും നമ്മുടെ സ്കിന്ന് എന്നും നല്ലപോലെ ഇരിക്കുക. പക്ഷെ സൺസ്ക്രീൻ തേക്കുമ്പോൾ മുഖമൊക്കെ ആകെ ഒരു മഞ്ഞ പോലെ കരിയില്ലേ. പക്ഷെ ഇത് കണ്ടോ, ഇതാണ് അക്വാളജിക്കന്റെ ബ്രൈറ്റ് പ്ലസ് ടോൺ അപ്പ് സൺസ്ക്രീൻ. ഇത് നമ്മളെ സ്കിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കൂടി തരുന്ന ഒരു ഗെയിം ചേഞ്ചർ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ മാജിക്. ഞാനിതാ മുഖത്തിന്റെ ഈ ഒരു സൈഡിൽ മാത്രം ഈ സൺസ്ക്രീൻ തേക്കാണ് കേട്ടോ. കണ്ടോ, മുഖത്തിന്റെ ഈ ഒരു ഭാഗത്തിന് മാത്രം ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വന്നിട്ടില്ലേ. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട പോലെ തന്നെയുള്ള ഒരു ഗ്ലോ വരും കേട്ടോ ഈ ഒരു സൺസ്ക്രീനിന്. അപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിന് വേണ്ടിയിട്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും തേക്കണ്ട. ഇത് മാത്രം തേച്ച് കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് ചെയ്ത പോലത്തെ ഫീൽ ഉണ്ടാവും. ഇത് SPF 50 PA++++ ആണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീനിൽ ടാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് SPF 50 ഉണ്ടെന്ന് മാത്രമല്ല ചർമ്മത്തിന് തിളക്കം നൽകുന്ന കോജിക് ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാ ടൈപ്പ് സ്കിൻ ടോണിനും അനുയോജ്യമായിട്ടുള്ളതാണ് കേട്ടോ. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവും. നല്ലൊരു ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആണ് കേട്ടോ ഇതിന്റെ. ഈ സമ്മർ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കോജിക് ആസിഡും ബ്ലൂബെറി ആണ് കേട്ടോ. കോജിക് ആസിഡ് നമ്മളെ സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് തരാനും ബ്ലൂബെറി നമ്മളെ ഡള്ളായ സ്കിന്നൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രൈറ്റ്നെസ് ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇത്ര അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സൺസ്ക്രീൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് സ്കിന്നിന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടും. അപ്പൊ അക്വാളജിക്കന്റെ ബ്രൈറ്റ് പ്ലസ് ടോൺ അപ്പ് സൺസ്ക്രീന് നൈക്ക, ഫ്ലിപ്കാർട്ട്, ആമസോൺ, purple.com കിട്ടും കേട്ടോ. പിന്നെ അക്വാളജിക്കന്റെ വെബ്സൈറ്റിൽ നിന്ന് വായിക്കുമ്പോൾ shaz.com 2025 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 20% ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും കേട്ടോ. പിന്നെ വേഗം പുഴയിൽ പോകാനുള്ള പരിപാടികൾ നോക്കട്ടെ. എല്ലാവരോടും പറഞ്ഞാ ഞങ്ങൾ പുഴയ്ക്ക് പോവാണ്. പണ്ടൊക്കെ ഇങ്ങനെ പുഴയ്ക്ക് പോയിരുന്നത് കേട്ടോ. ഷെഫ്മാര് 4 മാസം പ്രഗ്നന്റ് ആകുമ്പോഴും ഒക്കെ പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ദേഷ്യം പിടിച്ചത്. ഓളെ മുന്നില് ഓളെ ഷൂ എന്തായാലും ചളിയിക്കണം. അപ്പൊ എന്നാ പുഴയിൽ പോയിട്ട് കഴുകുകയും ചെയ്യാം. അമ്മിക്കുട്ടിക്ക് പൊലി വഹിക്കണം. പുഴയേക്കാണ് പോണെന്ന് അറിയും കൂടെ ചെയ്താ പിന്നെ പോവാ. കേറി പുഴയ്ക്ക് പോവാനാണ് നിങ്ങളോട് ചെല്ലാന്. മേപ്പോട്ടൊക്കെ നിൽക്കുകയാണോ നിങ്ങളോട്? കേറിക്കൂടെ കേറിക്കൂടെ. സീറ്റിംഗ് ആയോ? എന്താ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പൊ ഒരു മൗനം കൂട്ടിയില്ലേ?
പൂപ്പുക്കുട്ടൻ അതിൻ്റെ ഉള്ളിലില്ലേ തിരുമണ സോപ്പ് അനിഫാക്കാൻ്റെ അടുത്ത് മേടിക്കാൻ പോകുമ്പോൾ ഡിക്കിൽ വെക്കണോ? മുമ്പിൽ വെച്ചാൽ മതി, ഡിക്കിലൊക്കെ ഒന്നും വേണ്ട. അമ്മ പട കാത്തിട്ടുണ്ടാവും കേട്ടോ ഉമ്മാന്റെ പുഴയൊക്കെ. ഇമ്മ പിന്നെ 4:30 മണി എന്ന് പറഞ്ഞാൽ 4:30 മണിക്ക് കറക്റ്റ് ആയിക്കാറ് അവിടെ കേട്ടോ. ഉമ്മ രാവിലെ തന്നെ ഒക്കെ എടുത്തൊക്കെ 1 മണിക്ക് വിളിച്ച് നോക്കുമ്പോ ഉമ്മ ഒക്കെ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുക അത്രേ. പുഴയൊക്കെ പോണ അറിയോ? ഉള്ള എന്നെ പുഴ എങ്ങിട്ട് പോണ നമ്മള് ഡോക്ടർ റാഷ് സോപ്പ് മേടിക്കാനാണ് നമുക്ക് തിരുമ്പണ്ടേ ആമിക്കുട്ടിയുടെ കുപ്പായങ്ങള് ഒന്നും മനസ്സിലായിട്ടില്ല. നല്ല കുപ്പായ ഇട്ടില്ല. എങ്ങിട്ടാണ് ഇപ്പൊ ഇത് പോക്കത്? എന്ത് പോക്കാണ്? ബാഗിന് പകരം അമ്മ ഒരു ബക്കറ്റൊക്കെ പിടിച്ചിക്കണ്. ഇങ്ങനത്തെ തിരുമണ സോപ്പ് നമ്മൾ ലിക്വിഡ് അല്ലേ? പച്ചക്കറി തുറക്കണ തിരക്കില്ല. ആ സോപ്പ് വേഗം കൊടുക്കാൻ നല്ലത്. ശ്രദ്ധ മുഴുവൻ സോപ്പ് മൊത്തം ചോക്ലേറ്റ് ഇത് ചോക്ലേറ്റ് ഒന്നും അല്ല കേട്ടോ. പുഴ പോയിട്ട് കാണിച്ചു തരുന്ന തിരക്ക്. ആ മേടിച്ചപ്പോ മുതലേ അവൾക്കൊരു സമാധാനല്ലേ. ആ തുറന്നാരാട്ടോ, ഇപ്പൊ തുറന്നാരാ. സോപ്പാണ്. അമ്മതവിടെ ഓടി വന്ന് നിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായോ നമ്മള്? കുറച്ച് മുമ്പിൽ നിർത്താട്ടില്ല, വണ്ടി പാർക്ക് ചെയ്താക്കാനാ. ആവി കിട്ടി നമ്മള് നമ്മള് നിസ്കരിനൊക്കെ കണ്ടു എന്റെ മക്കനത് സോപ്പ് സാധനങ്ങളൊക്കെ കുഞ്ഞു പാക്കറ്റ്. എണ്ണയുണ്ടോ? സോപ്പും പൊടി അത് ഇപ്പാന്റെ തുണികൾ വെള്ളത്തുണികൾ ഉണ്ടാണ്. 10 മണി കുളിച്ചാൽ പോലെ നിസ്കരിച്ചാ കണ്ടപ്പോ വാ 5 ദിവസം നിസ്കരിച്ചോ. അവിടെ ഇങ്ങോട്ട് ഇറപ്പം അങ്ങനെ പോയില്ല. പങ്കജം ഇത് ഇറങ്ങപ്പടിക്ക് പിന്നെ കുതിരേട്ടോ അമ്മക്ക് ചവിട്ടിക്കോളി ഭക്ഷണാകരുത്. എവിടുക്കാ പോണേ? പോകരുതേ. വൃത്തിയായി പണ്ടൊക്കെ വരുമ്പോ ചെറിയ ഇടവഴിയായിരുന്നു. എല്ലാതും ഇമ്മാന്റെ നിയന്ത്രണത്തിൽ അട്ടപ്പോ പോണം ഞങ്ങള്. പാകത്തിന് വെള്ളമൊന്നുമില്ലേ? ഭയങ്കര വെള്ളമൊന്നുമില്ല. വെള്ളം കമ്മിയായി. അമ്മ ഡെയിലി രാവിലെ പുഴയ്ക്ക് വരും കേട്ടോ. അപ്പോൾ ഒരു മൂത്തച്ഛൻ്റെ കൂടെയാണ് വരിക. അപ്പോൾ ഓള് വിരുന്ന് വയ്ക്കുക. അത് കാരണം 2 ദിവസമായി ഇത്ര വന്നിട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കും ഉമ്മാക്ക് കൊല്ലി കഴിഞ്ഞ 2 ദിവസമായി പൊറുതേ അടിച്ചിട്ട് ഇരിക്കുകയാണ് പോകാറ്. ഉമ്മ ഇവിടെ വീട്ടിൽ നിന്ന് കയറൊക്കെ കൊണ്ടുവന്നിട്ട് അയലൊക്കെ കെട്ടിക്കുന്നു കേട്ടോ. അയലൊക്കെ കാണിച്ചു കൊടുക്കും. ഇത് നിങ്ങൾ പുതിയത് കാറും എന്നിട്ട് കെട്ടിണ്ടാക്കിയൊക്കെ പോയത്. അപ്പൊ അമ്പലക്കുന്നത്തെ ആൾക്കാരൊക്കെ അത് കാണും വീഡിയോ ഇട്ടില്ല നിങ്ങളെ അയലാണെന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ടൊക്കെ പറയാം ഫോറിൻ ചെരുപ്പ് എന്ന് പറയാം. ഫോറിൻ ചെരുപ്പ് വെള്ളം നിൽക്കാൻ പറ്റൂല. അതേപോലെ ഫോറിൻ ചെരുപ്പാണ്. അല്ല ഐഡി കിട്ടി എങ്ങോട്ടാ വന്നിക്കണേന്ന്. ഞാൻ അന്ന് വന്ന പുഴ ചൂതപ്പുഴയുടെ ഭംഗിയൊന്നും ഇവിടെ കാണിച്ചു തരാൻ പറ്റൂല, കാരണം അത്ര വെള്ളമല്ല. പക്ഷെ ഇവിടുത്തെ പുഴയിൽ നിറച്ച് കല്ലുകളാക്കാൻ ഇങ്ങനെ മണലുള്ള പുഴയല്ല. ഈ ഷർട്ട് മാറ്റണില്ലേ യാമി? പുഴയൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടാ. യാമി ഷെഫ് മോനെ
ഇതാണ് നമ്മളെ തൂതപ്പുഴ. തൂതപ്പുഴ രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ വരുന്നേ? ആ കുട്ടീനായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ? യെസ്. പാൽസരൊക്കെ പോവോ? പണ്ടൊക്കെ പുഴയിൽ പോയ കുട്ടികളെ പാൽസരൊക്കെ പോവും. അന്നൊക്കെ എല്ലാരും വെള്ളിപ്പാൽസരം തന്നെ അല്ലേ ഇടുക. അതുപോലെ പാൽസരൊക്കെ പോവോ? മത്സരം കളേജ് നമ്മുടെ മണല് ഇവിടെ നിന്നോ? അവിടെ നിന്നാ മുഖത്തൊരു പാട്ടം ചാക്കാനെ കാണാനിട്ടാ. കളിച്ചു അവിടെയൊക്കെ വേറെ ആൾക്കാർ തിരുമ്പുണ്ട് കേട്ടോ. ഉമ്മയുടെ സ്ഥിരം തിരുമ്പുന്ന സ്ഥലത്താ. പുഴയിൽ വന്നിട്ട് മമ്മ വിളിയാണ്. ഇമ്മല്ല മമ്മ. ആ അമ്മ എന്നാ ആദ്യമായിട്ട് വിളിക്കാം അമ്മ. ഞങ്ങള് വേറൊരു ലൊക്കേഷനിലേക്ക് വന്ന് കേട്ടോ. ഉമ്മയുടെ കൂട്ടുകാരെ കൂടെ അവിടെ തിരുമ്പ്. അവിടെ പെണ്ണുങ്ങളൊക്കെ ഉള്ള കാരണം വീഡിയോ എടുക്കുമ്പോഴും ബുദ്ധിമുട്ട്. ഇവിടെ വെള്ളത്തിന് ചൂടുണ്ടല്ലോ. ചൂട് വെള്ളം അന്ന് കാണാനിട്ട് ഇപ്പൊ പെണ്ണുങ്ങളുള്ള കാര്യം ഇവിടെ നിൽക്കുന്നത്. അപ്പൊ മുഖം ഇങ്ങനെ പൊളിഞ്ഞിട്ട് എടാ എടാ വിളിക്കണ്ടോ? പിന്നെ പിന്നെ അബു ഉമ്മാനൊക്കെ വിളിച്ച ദിവസം നിന്റെ ഉമ്മാന്ന് ഉമ്മാന്ന് വിളിക്ക. പുഴയെ വന്നിട്ട് വിളിച്ച കാക്കുവോ? എന്നാ കാക്കുവൊന്നും വിളിച്ചോടുത്താ. കാക്കുവൊന്നും വിളിച്ചോടുത്താ. കാക്കു വിളിച്ചോടുത്താ. കാക്കൂന്ന് വിളിച്ചാ പോയില്ല. അതിനിപ്പോ സമയല്ല. വെള്ളം ഏതാ നീന്തല്? വൈകുന്നേരമായ പുഴയ്ക്ക് പോരുക. കമ്പനികളായി കാക്കു വിളിച്ചോട്ടാ. എല്ലാവർക്കും ശ്രദ്ധിച്ചു കൊടുത്താ. ഓ ഓക്കെ. ഇതാണ് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ തെളിവായിട്ട് കിടക്കുന്നത്. കളറേ പോണില്ലതേ. ഞാനത് കളർ പോകുന്ന വിചാരിച്ചിട്ടോ. ഇതിന്റെ വെള്ള തീരെ കളറൊന്നും പോണില്ല. പക്ഷെ ഇതൊരു കളർഫുൾ അല്ല. കളർ പോകുന്ന വിചാരിച്ചു. പക്ഷെ കളർ പോണില്ല. പുഴേനെ തിരുമ്പാനൊക്കെ നല്ല രസമാണ്. ഇത് കൊണ്ടുപോകാനാൾക്കാർ പാടുള്ള അന്നൊക്കെ കുറേ തുണി. അന്നൊക്കെ ഇതിപ്പോൾ ഞങ്ങൾ തമാശക്ക് വന്ന് തിരുമ്പല്ലേ. അന്ന് നിർബന്ധമാണ് പുഴയിൽ വന്ന് തിരുമ്പലിട്ടോ. വീട്ടിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇത് ഏറ്റി പിടിച്ചിങ്ങനെ പോകുമ്പോഴേ ദൂരെ നോക്കിയാൽ വീട് കാണും കേട്ടോ. പക്ഷെ എത്തണമെങ്കിൽ കുറേ നടക്കണം. ചൂടപ്പൂരായി കഴിഞ്ഞാലേ ആരെങ്കിലും ഒരാൾ മരിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വീട്ടിൽ മരിച്ചു. വെച്ചിട്ടില്ലല്ലേ? അതൊക്കെ എടുത്തു പോയി. ആ മോഡലൊക്കെ പോയിക്കണ്. അത് ആ ഒരു സമയത്ത് ആവുമ്പോ ഏകദേശം ആ സമയത്ത് കഷ്ടകാലത്തിന് ആരെങ്കിലും മരിക്കണൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഒരു പറച്ചല്. പക്ഷെ കഴിഞ്ഞ കൂടി ആരും മരിച്ചിട്ടില്ല. ഞാന് ചെറുപ്പത്തിൽ നീന്തൊക്കെ പഠിച്ച സ്ഥലമാണ്. പക്ഷെ അന്ന് ഇങ്ങനെയല്ല. ഇന്ന് വേറെയാണ്. അന്ന് നല്ല വെള്ളം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ തന്നെ അങ്ങനെ തന്നെയല്ലേ. അന്ന് വന്നപ്പോൾ ഇവിടെ ഫുള്ള് നിറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ലല്ലോ. ഇവിടുത്താണ് നമ്മൾ സാധാരണ വരിക. അവിടുത്തെ ഇതുവരെ നമ്മൾ പോയിട്ടുണ്ട്. ഇവിടെയും അവിടെയും ഉണ്ടാകാം. പിന്നെ തിരുമ്പാൻ സൗകര്യം ഉണ്ടാവില്ല. നമ്മളെല്ലാവരും പാടെ വന്നപ്പോൾ അന്നൊരു അവിടെ വിളിച്ചത്. കാട്ടാനോ വിളിക്കാം. വേടാ അതാ മീൻ പിടിച്ചാലോ? പണ്ടൊക്കെ തുണികള് പുഴയിൽ നമ്മൾ ഇപ്പോഴൊക്കെ നമ്മളെ വീട്ടിൽ തുണികൾ കാണാതായാലും അത് എവിടെയും ഉണ്ടാവും. പക്ഷെ പണ്ടൊക്കെ തുണികൾ കാണാതായ കാരണം എപ്പോഴും അറിയാതെ ചിലപ്പം തുണികളെ കെട്ടക്കൊണ്ട് വീഴും, പുഴയൊക്കെ ഒലിച്ചു പോവും. അങ്ങനെയൊക്കെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. നല്ല കുപ്പായൊക്കെ ഒലിച്ചു പോകണമെങ്കിൽ നോക്കേണ്ടി വരും.
ആമക്കുട്ടിക്കാക്കി എന്താ മുഖം ചുളിഞ്ഞും കൊണ്ട് വളരെ ഇടങ്ങേറില് കയ്യൊക്കെ പൊട്ടുന്നുണ്ട്. അല്ലറിയ നിങ്ങളാലോ പോയത്? വെള്ളത്തിന് ഒലിവുണ്ട് പപ്പൻ്റെ ഐറ്റം. വാ ഏതാ വിളി? പോയിട്ട് വാ. എല്ലാരും വിളിക്കണ്ട എനിക്ക് എല്ലാരും വേണോ? ഇതേന്ന് വല്ലിട്ടത് ഞാൻ ഒന്നുകൂടി എനിക്കും ഞാനും അതേപോലെ എനിക്കൊന്നോള് പരക്കണില്ല പരന്നിങ്ങനെ കൃന്ന് സൗണ്ട് എങ്ങനെയാ ഒറ്റക്ക് പതുക്കെ ഇങ്ങനെ കൂട്ടിട്ട് വേടാ ഞാനൊരു സ്ഥലം കാണിച്ചു തരാൻ പൂബുവിന്റെ കയ്യും പിടിച്ചിട്ട് ഓളിങ്ങനെ വരും. ആ അതെ കളിക്കാൻ കേട്ടോ. വ്യത്യസ്തമായ കളികൾ പിടിക്കാൻ നല്ല വെള്ളം വെള്ളം ഇടക്കിടക്ക് പോയി കുടിക്കുന്നുണ്ട്. എനിക്കിന്റെ വെള്ളിപ്പാൽസരം ഈ വെള്ളിക്കൊൽസവൾക്ക് ചേരുന്നില്ല, ഇത് ഊരി കൊടുക്കുന്നു പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. എനിക്കും അതേപോലെ തന്നെ ഇത് കാണുന്നത് എനിക്ക് ഇത് ഇഷ്ടമില്ല, പക്ഷെ എന്നാ അതിന്റെ ഒച്ച കേൾക്കുമ്പോ അയക്കാനും തോന്നുന്നു. കുറച്ച് സെറ്റ് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ കാലാകാലം ഇട്ട് കൊടുക്കാനും നല്ലതല്ല. ഇട്ട് കാണാനും അവളെ സ്വർണ്ണ പാൽസരം തന്നെയാണ് കേട്ടോ. ഇത് ഇട്ടിട്ടോളിങ്ങനെ നടക്കുമ്പോ നല്ല രസമാണ്. നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ മണിമണി ശബ്ദങ്ങള് ഒരു പോസിറ്റീവ് എനർജി തരുന്ന സാധനം. വീട്ടിലാകെ പോസിറ്റീവ് പോസിറ്റീവ്. ഈ ആരെക്കുട്ടി ഉറങ്ങിയ പോസിറ്റീവ് ഒക്കെ ഉണ്ട്. അത് അമ്മമ്മ വരുന്നുണ്ട്. അമ്മമ്മനെ വിളിച്ചാ അങ്ങോട്ട് പോയി കുളിക്കേണ്ടി വരും. കുളിച്ചിട്ട് വന്നോളൂ, തട്ടി നമുക്ക് പോകാം. അല്ല കുളിച്ചാ കുളി കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ചാ മതി. കല്ലി പിടിച്ചാട്ടോ. ആ കളി അല്ലേ ഞാനിട്ട കല്ല് ആരെടുക്കും? എന്നിട്ട് കല്ലെടുക്കാൻ പോവുമല്ലോ അല്ലേ? അപ്പൊ ആ കല്ലെങ്ങനെ ഷേപ്പ് അതിനിപ്പോ ഒലിവില്ലാത്തോണ്ടാണ് ആ ഭാഗത്തേക്ക്. അപ്പഴത്തെ എന്തൊക്കെ ഐറ്റംസാ അല്ലേ? ഇത് പോവില്ലടാ. കൊച്ചികളൊക്കെ വരേണ്ട ടൈമായി. യാമിക്കുട്ടിയുടെ മാല ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ. എല്ലാരും പറയാറ് ഇതാണ് യാമിക്കുട്ടിയുടെ മാല. ഒരു പവന ഇത് 4 ഗ്രാം 4 ഗ്രാം അല്ല 4 ഗ്രാം ലോക്കറ്റ്. ഇത് 4 ഗ്രാമിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കട്ടോ. ശരിക്ക് പുഴയിൽ വെച്ചിട്ടാണ് യാമിക്കുട്ടിയുടെ മാല. കളം 1 പവനാണ് കേട്ടോ ഈ മാലയില്. ഈ ലോക്കറ്റ് വരുന്നത് 4 ഗ്രാം, മാല 4 ഗ്രാം. ഇത് നല്ല കട്ടിണ്ട് കേട്ടോ, അതുകൊണ്ട് കുട്ടികൾ കടിച്ചാലൊന്നും പോരില്ല. ഇതിന്റെ ഒരു ഭാഗത്ത് ഇതാ യാമി, ഒരു ഭാഗത്ത് ഇതാ റുവ. ഇതാണ് റുവ യാമി മാല. പിന്നെ ഉള്ള ഹാൻഡ് ചെയിൻ എല്ലാവരും ചോദിക്കുന്നത്. ഇതാണ് ഉള്ള കരിമണി ഹാൻഡ് ചെയിൻ കേട്ടോ. ഇതിന് എത്ര ഗ്രാമാന്ന് എനിക്കറിയില്ല. ഒരു 14,000 14,000 രൂപയാണ് അന്ന് ആയത് കേട്ടോ ഇതിന്. ഇത് മലബാർ ഗോൾഡിന്റെ സ്റ്റാർലെറ്റ് കളക്ഷൻ ഉണ്ടല്ലോ, സ്റ്റാർലെറ്റിന്റെ തന്നെ പറയാ ബേബീസിന്റെ ആ കളക്ഷനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇപ്പൊ വില ഉണ്ടാവും. ഇപ്പോൾ ഒരു വയസ്സായില്ലേ, അതുകൊണ്ട് 40ന്റെ സമയത്തൊക്കെ വാങ്ങിച്ചു. ഇതിന്റെ ഇവിടെ ഒരു ബി ഉണ്ട്, ഒരു നല്ല ബലമുള്ള കുളത്തൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ആ കഴിച്ച്. പിന്നെ ഇതാ ഓള് കമ്മല് മാറ്റിട്ടോ. ഷെമി തന്നീന്റെ കമ്മലാന്ന് ഇട്ടിരുന്നു. ഇതിന്റെ വേറൊരു നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു കൂട്ടുകാരിന്റെ വക ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ ഈ ഒരു കമ്മല്. അപ്പോൾ ഓൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല ഞാൻ ഈ കമ്മലിട്ടിട്ട്. ഈ കമ്മലിട്ടിട്ട് ഒരാഴ്ചയോളം ആയിട്ട്. ഇനി അടുത്തത് നമ്മള് തൂങ്ങലിട്ട് കൊടുക്കണം. തൂങ്ങൽ എന്നാ ഇട്ടുകൊടുക്കുക ചിക്കൻ ബോക്സ് പിടിച്ച പോലെ. പുതിയ ഐറ്റംസ് ആണത്, ന്യൂ ജനറേഷൻ ഐറ്റംസ് ആണത്.
നമ്മളത് ഓൾഡ് ഐറ്റംസ് ആണ്. ഞാമിക്കുട്ടി ഐറ്റംസുകളൊക്കെ ഇനി ഏതൊക്കെയാണാവും. ആ വയറ്റിലൊക്കെ അത് അമ്മാമൊക്കെ ഉണ്ട് കേട്ടോ ഞാമിക്കുട്ടിയുടെ. സർലാക്ക്, പിന്നെ ചോറ് കുറച്ച്, നെയ്ച്ചോറ്, ബീഫ് ഉണ്ട്, പഴമുണ്ട്, കോഴിമുട്ട ഉണ്ട്. അന്ന് കോഴിമുട്ട ഇതൊന്ന് മുക്കിയെടുത്താലോ വെള്ളത്തിന്, ഇതൊന്ന് മുക്കിയെടുത്താലോ. ഞാൻ പറയാ ഈ വെള്ളത്തിലോളം പിടിച്ചിരിക്കാൻ നല്ല സുഖമാണ്. കാരണം കുട്ടികളങ്ങനെ പിടിച്ചിരിക്കാൻ നല്ല രസമല്ലോ. പക്ഷെ നമ്മളെ വീട്ടിലാകുമ്പോൾ പോലെ പിടിച്ചിരിക്കുമ്പോൾ ഓർക്ക് അപ്പത്തേനും അത് വേണം, ഇത് വേണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. അല്ല ഒന്നും ചോദിക്കൂല. കാരണം വെള്ളത്തിൽ മൊത്തം ഒരു കളിയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇതന്നെ ഒരു കളിയാണല്ലോ. അപ്പൊ വേറെ ഒന്നും ആവശ്യമില്ലേനും. അപ്പൊ ഓളും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ ഞങ്ങളെ കളിയും കുളിയൊന്നും ഇല്ല കേട്ടോ. വെറുതെ ഒരു വെള്ളത്തിലിരുത്തം. തിരുമ്പലും കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഉമ്മ അവിടെ പെട്ടു. അവിടെ ഉമ്മാന്റെ സ്ഥിരം സ്ഥലം അവിടെയാണ്. അപ്പൊ ഉമ്മ അവിടെ പെട്ടു, ഞങ്ങൾ ഇവിടെ അപ്പൊ ഇവർക്ക് പോരാനും വയ്യ. അപ്പൊ ഉമ്മാന്റെ കുളി കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങള് പോട്ടെ, കുളിച്ച് കേറട്ടെ. മകരിപ്പ് വാങ്ങി കൊടുക്കാനായില്ലേ ഞാമിക്കുട്ടി? ഞാൻ ഇവിടെ കുളിക്കാം. അല്ലു വരക്കി കൊടുക്കാം യമ്മിക്കുട്ടിക്ക്. അപ്പൊ പറഞ്ഞില്ലേ അല്ല ആരെടുക്കുന്നു കുളിച്ച് കുപ്പായൊക്കെ മാറ്റി ഞങ്ങൾ പോവാണ്. ഡെയിലി പോയി കയറ്റം ഇങ്ങനെ കയറി പോകുന്നുണ്ടാവില്ലേ? ഇപ്പൊ ഞാൻ ഇപ്പൊ കൊറേ കൂടി പോന്നിട്ടേ ഈ മാറുമാനെ തിരിച്ചെന്നെ കുളിക്കാനേ. അപ്പൊ ഒറ്റക്കൊന്നും പോകുന്നില്ല. മൈമൂന്നൊക്കെ അവിടെ കണ്ടെത്തൂലേ. ആകെ തല്ലി